അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരുകയും ചെയ്തവരെ അനുസ്മരിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണ് ഉയർപ്പുകാലം. ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് പുതുഞായറാഴ്ചയിലെ സുവിശേഷ വായനയുടെ പ്രധാന ചിന്താവിഷയം. ഈ മൽക്കി എന്ന സുറിയാനി വാക്ക് ഇന്ന ദിവസത്തെ പ്രാർത്ഥനയിൽ ധാരാളമായിട്ട് പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെ മേൽ രാജാധികാരം സ്ഥാപിച്ചതിൻ്റെ തെളിവായിട്ടാണ് ഈശോയുടെ രാജ്യത്വ തിരുനാൾ നാം ആഘോഷിക്കുന്നത്. നമ്മുടെ ലൗകിക ജീവിതത്തെ ക്രിസ്തുവാകുന്ന അഗ്നിയിൽ വിശദീകരിച്ച് ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്ത് എടുക്കുകയാണ് ഇവിടെ ലക്ഷ്യം. കുടുത്തോലകളുമായിട്ട് ജനങ്ങൾ ഈശോയെ അനുഗമിച്ചില്ലായിരുന്നു. ഓശാന എന്ന സംഭവം നമ്മൾ ഓർമ്മയില്ലേ? ഞായറാഴ്ച അതിരാവിലെ ഒരു ഭൂകമ്പമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേറ്റ നസ്രായനായ യഹൂദൻ, സ്വന്തം യഹൂദൻ, ജെറുസലേം 3 ദിവസം മുൻപ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ക്രൂശിൽ തൂങ്ങി മരിച്ച ഈശോ ഉയർത്തെഴുന്നേറ്റു. വെള്ളിയാഴ്ച 3 മണിയോടെ മരിച്ച ഇയാളെ ഇന്ന് എല്ലാവർക്കും സന്തോഷം. എല്ലാവർക്കും ആനന്ദം. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, മറ്റ് മതാധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് റോമാക്കാർക്ക് നൽകിയ 6-ാം അധ്യായം 3 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ആദ്യ ഭാവം മൂലം നമുക്ക് നഷ്ടപ്പെടുകയും എന്നാൽ യേശുവിൻ്റെ ഉത്ഥാനം വഴി നമുക്ക് കരസ്ഥമാവുകയും ചെയ്ത രക്ഷ, ദൈവിക ജീവൻ, ആ ദൈവിക ജീവൻ നമുക്ക് രക്ഷമാകുന്ന നമ്മളിലുള്ള പഴയ മനുഷ്യൻ ദൈവം ക്രൂശിക്കപ്പെട്ടതിലൂടെ മരിച്ചുപോയി. ഇപ്പോൾ നമ്മളുടെ ഹൃദയത്തിലുള്ളത് പുതിയ മനുഷ്യനാണ്. പാപമോചനത്തിനുള്ള യേശു ഒരിക്കലും മരിക്കില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ആധിപത്യവുമില്ല. അവൻ മരിച്ചതോടെ പാതാളങ്ങളിൽ നിന്നവരെല്ലാം സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഈശോയുടെ ഉത്ഥാനം, പിന്നെ ഈശോയുടെ മരണം, പിന്നെ നമ്മുടെ ജ്ഞാനസ്നാനം, അതാണ് ആ വിഷയത്തിൽ പറയുന്നത്. നമ്മുടെ മാമോദീസായിൽ നമ്മൾ ജലത്തിൽ മുങ്ങുമ്പോൾ ഈശോയുടെ മരണത്തിലാണ് നമ്മൾ പങ്കുകാരാകുന്നത്. ഈശോയുടെ ഉത്ഥാനത്തിലൂടെ ചില ഐക്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈശോയുടെ ഉത്ഥാനത്തിലൂടെയാണ് ആദ്യ മാതാപിതാക്കൾ വരെ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടുന്നത്. അതുപോലെ തന്നെ സകല മരിച്ചവരും സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടുന്നു ഈശോയുടെ ഉത്ഥാനം. യേശു ക്രിസ്തുവിനോട് മരിക്കുകയാണെങ്കിൽ അവനോടുകൂടി ജീവിക്കുകയും ചെയ്യും. ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിനെ മരിക്കുകയില്ലെന്നറിയാം. അവൻ ജീവിക്കുന്നു. ജഡമോഹങ്ങൾ ഉപേക്ഷിച്ച് ഈശോയുടെ ഉദ്ധാനത്തിലൂടെയാണ് സ്വർഗം തുറക്കപ്പെട്ടതും ആത്മാതാപിതാക്കളുടെ ആത്മാക്കൾ പാതാളത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതും എല്ലാം ഈശോയുടെ ഉദ്ധാനം. അതുകൊണ്ട് നാം ജഡമോഹങ്ങൾ ഉപേക്ഷിച്ച് പാപത്തിന് അടിമപ്പെടാതെ നമ്മുടെ ശരീരം ദൈവത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കണം. നമ്മുടെ അവയവങ്ങളെ പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കാതെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കാനും അതിലൂടെ ദൈവത്തിന് രൂപപ്പെടാനുമാണ് ഉത്ഥാനം ചെയ്യുന്നത്. മാമോദിസ മുങ്ങുമ്പോൾ നാം അവിടുത്തെ മരണത്തിലെ സംസ്കാരത്തിന് പങ്കുകാരാകുകയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, മിശിഹ മനുഷ്യന് വേണ്ടി, പാപത്തിന് വേണ്ടി അവൻ മരിച്ചു. നമ്മെ രക്ഷിക്കാൻ വേണ്ടി അവൻ കുരിശിൽ തറക്കപ്പെട്ടു. നമ്മുടെ പഴയ മനുഷ്യനെ നാം മിശിഹായെടുത്ത് ക്രൂശിൽ തറച്ച് മിശിഹ ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മുടെ പുതിയ ജീവിതത്തിലെ പുതിയ മനുഷ്യനെ നാം ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മുടെ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെയാണ് നമുക്ക് ജ്ഞാനസ്നാനം വഴി നൽകുന്നത്. അവൻ എന്നേക്കുമായി മരിച്ചു, എന്നാൽ അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. എന്നാൽ ജ്ഞാനസ്നാനം വഴി നാം ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അതിനായാണ് അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. ഇനിയും പാപത്തിന് നമ്മുടെ പഴയ മനുഷ്യൻ ഈശോയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട പാപത്തിൽ നിന്നും അവൻ മരിച്ചു. പാവത്തെ സംബന്ധിച്ചോളം അവൻ മരിച്ചു. നമ്മുടെ പാപങ്ങൾ മൂലമാണ് അവൻ കുരിശിൽ തറയ്ക്കുന്നത്. പാപങ്ങൾക്ക് വേണ്ടി അവൻ കുരിശിൽ മരിച്ചു. ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ നാം
ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ നാം ഇപ്പോൾ ജീവിക്കുന്നു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ നാം ക്രിസ്തുവിനോട് കൂടി മരിക്കുമെങ്കിൽ അവൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമുക്കറിയാം. കാരണം ക്രിസ്തു ഇനി മരിക്കത്തില്ല. മരണത്തിന് അവൻ്റെ മേലിന് അധികാരമില്ല. ക്രിസ്തുവിനാണ് ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ഗ്രൂപ്പിനും എൻ്റെ പേരിലും എൻ്റെ ഗ്രൂപ്പിൻ്റെ പേരിലും അടുത്തയാള്. യേശുവിൻ്റെ മരണത്തോട് സവിശേഷപ്പെട്ടോട് മരണത്തോട് നാം ഐക്യപ്പെട്ടിരുന്നെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തോട് നാം ഐക്യപ്പെട്ടിരുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ പാപപൂർണ്ണമായ മനുഷ്യനെ യേശുവിന് പോഷിക്കപ്പെട്ടിരിക്കുമെന്ന് നാം മനസ്സിലാക്കുക. നാം യേശുക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അദ്ദേഹത്തോട് നമ്മുടെ ജീവിക്കണമെന്നാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടത്. മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ മരിച്ചു. പാപത്തിനെ സംബന്ധിച്ചോളം അവൻ എന്നേക്കുമായി മരിച്ചു. പക്ഷേ ഉത്ഥാനത്തിലൂടെ അവൻ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും തരണം ചെയ്തു. പാപത്തിൽ മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും മനസ്സിലാക്കണം. കീഴ്പ്പെടുത്താൻ തക്കവിധത്തിൽ പാപം നമ്മുടെ മറ്റു ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നാം ഒരിക്കലും നമ്മുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളാക്കി പാപത്തിന് സമർപ്പിക്കരുത്. മറിച്ച് നമ്മൾ അത് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നമ്മൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട നമ്മളെ തന്നെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണം. ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ച ഞങ്ങളെല്ലാ കൂട്ടുകാർക്കും മതാധ്യാപകർക്കും സിസ്റ്റർമാർക്കും എല്ലാവർക്കും നന്ദി. ഞങ്ങൾക്ക് പറയാണ്ട് കിട്ടിയിരിക്കുന്ന ഇവരെക്കുറിച്ചാണ്. ഇവിടെ നിൽക്കാൻ പറയുമ്പോഴത്തേക്കിന് അവർക്കൊരു ഒരു ക്രമീകരണമില്ലായിരുന്നു. ആദ്യം റോണി ഒരു സ്ഥലത്ത് വന്നിട്ട് പിന്നെ തുടങ്ങിയപ്പോൾ മാറി മാറി പോകുമായിരുന്നു. പിന്നെ മിക്കവരുടെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വരായിരുന്നു. എൻ്റെ പ്രിയ കൂട്ടുകാരി, ഞങ്ങൾക്ക് പറയാൻ കിട്ടിയിരിക്കുന്നത് റെഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. അവിടുന്ന് നന്നായിട്ട് പറഞ്ഞെന്ന് പറയുന്നത് നിര്യാശേഷിയാണ്. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഇവർ പറഞ്ഞ പോലെ ഞങ്ങൾ തെറ്റുകളെല്ലാം ഏറ്റെടുക്കുന്നു. ഞങ്ങൾ അവരോട് തെറ്റുകളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാവുള്ളൂ എന്നൊരു വിചാരം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ആദ്യം തന്നെ ഞങ്ങളുടെ പിഴവുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ അവരോട് പറയാൻ തോന്നും. ഇവർ പറഞ്ഞതിൽ ജോസ്മിയിൽ നിന്നൊക്കെ ഒത്തിരി പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇവർക്ക് പറയുന്നു. പക്ഷേ അവർ അത്രയും അങ്ങോട്ട് ചെയ്തില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞ മേഘ നന്നായിട്ട് തന്നെ പറയുകയുണ്ടായി. പിന്നെ എല്ലാവരും വിഷയത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഇവർ പറഞ്ഞ ആ പോയിന്റിനോട് അനുബന്ധിച്ചല്ല മറ്റൊരു പറഞ്ഞു. അന്നേരം ഒരു വ്യത്യാസം കാണാൻ സാധിച്ചു. എല്ലാവരും നന്നായിട്ട് തന്നെ സൊസൈറ്റി കൂടെ എല്ലാ ദിവസവും കാണാം കേട്ടോ. ആ എന്ത് ഓരോരുത്തർ എന്തുമാത്രം കഴിക്കുന്നുണ്ടതിൻ്റെ റിപ്പോർട്ട് വേണം ഇവിടെ. എന്നോട് മാത്രമേ പറഞ്ഞു. Yeah.
പഠിപ്പിക്കുന്ന സാറുമാർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് പഠിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ ഉച്ചയ്ക്കുള്ള പിള്ളേർക്കൊരു ഔട്ടിങ്ങും ആവും. ഞങ്ങൾ വർഷവും പ്രാർത്ഥനയും ഉച്ചവർഷവും എല്ലാം ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ പോലെ തന്നെ ഞാനായ സഭയിൽപ്പെട്ട ഒരു അച്ഛനാണ്. എല്ലാവരും അവധിക്കാലത്തിൻ്റെ സന്തോഷമല്ലേ കേട്ടോ? എന്നാ പരിപാടി അവധിക്കൊക്കെ കഴിഞ്ഞോ? പിന്നെ പാട്ടുണ്ടോ നിങ്ങളുടെ? ഇതിന് വല്ല പാട്ടുകളും ഉണ്ടോ? ഒരു പാട്ട് പാടാമോ? ഒരുമയുടെ അനുഭവത്തിലേക്ക് വരുവാനുള്ള രീതിയിലാണ് ഞങ്ങൾ പാടിക്കൊണ്ട് പാട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? പുള്ളി ഒരുമയിലേക്ക് വരണമെങ്കിൽ സ്നേഹമുണ്ടാകണം. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ആ ഒരുമയുടെ അനുഭവത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നാളെ വരുന്ന കാലത്ത് ഈശോയ്ക്ക് സ്നേഹമുള്ളതായ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളെ ഈ വിശ്വാസോത്സവത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷികളായിട്ട് തീരുവാനായിട്ട് ഇതിലെ പരിശീലനങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെ പ്രവർത്തിക്കുന്നതായ സിസ്റ്റേഴ്സിനെയും അതുപോലെ ധ്യാനത്തിനെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവധിക്കാലത്തിൻ്റെ എല്ലാ